മയോണൈസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കണം ഈ ഗ്രേവിയോട്. ഇതിന് ശരിക്കും ആ ചിക്കന്റെ പീസൊക്കെ വെറുതെയാണ്. ഇത് ഇതാ ഈ ഗ്രേവി ഇല്ല ഇല്ല തരൂല. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ മിക്സ് ആക്കി എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നേരെ ഷോപ്പിലേക്ക് വിട്ടോളി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് വെറുത്താണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും എൻ്റെ പരം പോസ്റ്റ് ആയിട്ട് ഇത്രയും ആൾക്കാരുണ്ട്. ഇതിപ്പോൾ പടനിലത്തുള്ള ദിനാർ ഹോട്ടലിലുള്ള ഒരു മസാല സീരിയൊക്കെ കഴിക്കാനാണ് നമ്മൾ വന്നത്. പിന്നെ ഇതൊന്നും പെയ്ഡൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ബില്ലൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഹലോ ചാനൽ, വെൽക്കം ടു മൈ യൂട്യൂബ്. ഹലോ യൂട്യൂബ്. പറയൂ, ഇവിടുത്തെ ഫുഡ് കഴിച്ചില്ലേ? മസാല സീരി ഇവിടുന്ന് കഴിച്ചില്ലേ? ഞങ്ങൾ ഇതിന് മുന്നേ കഴിച്ചില്ലേ? കഴിച്ചപ്പോ എനിക്ക് നല്ല റിവ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നേ. അതുകൊണ്ടാണ് എനിക്ക് ചാൻസാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാല് അപ്പൊ ഞാനിവിടെ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഭയങ്കര അഡിക്റ്റിംഗ് ആണ്. അതായത് നമ്മളിപ്പോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. അതിനെ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും വന്നത്. എന്തായാലും ഇപ്പൊ നിങ്ങളെയും കാണിച്ചു വരാമെന്ന് ഞാൻ വിചാരിച്ചു. ഷാരൂന്റെ ഫസ്റ്റ് ടൈം അല്ലേ ഇത് ഇവിടെ ഹോട്ടൽ ദിനാറിൽ നിന്ന് മസാല സീറ്റ് കഴിക്കാൻ വരുന്നത്? നമ്മൾ ഒരു വട്ടം പോയപ്പോ ഇവിടെ വന്ന് കഴിച്ചു. നമ്മൾ ക്യാമറ കൊടുക്കാൻ വന്നപ്പോ ഓർമ്മ ഉണ്ടോ? ഷാരൂൺ, ഹലോ യൂട്യൂബ്. ഹലോ, ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നേക്കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇതാണ് ചെവി അല്ല ഹെഡ്സെറ്റ് അല്ലല്ലേ. അപ്പോ നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്ലേറ്റ് ഇതുവരെ ഞാൻ കണ്ടു വെച്ച ഏറ്റവും അടിപൊളി പ്ലേറ്റ് ആയിരുന്നു. ഓൻ പറയുന്നത് വിശ്വസിക്കരുത്. അത് ഡിസൈൻ ആണെന്ന് വെച്ചാൽ എല്ലാത്തിനും പൊട്ടിക്കേണ്ടിട്ട് ഡിസൈൻ ആയിക്കൂലേ? നമ്മൾ ഇത് കൊറേ സ്റ്റീൽ പാത്രം കണ്ടിട്ട് എന്ന വേനൊക്കെ കൊണ്ടുവന്ന ഇതാ പ്രശ്നം. മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് ഈ കൊറേ സ്റ്റീൽ പാത്രം. ശരിക്ക് ഫുഡ് ഇവിടുത്തെ ആംബിയൻസ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് പിന്നെ ഏതോ ആംബിയൻസ് എന്ന് വെച്ചാൽ നല്ല വൃത്തി ഒക്കെ തന്നെ. അങ്ങോട്ട് ജയിലാക്കൂടെ അയ്യ. ഓക്കെ, ഇത് തിന്നേണ്ടൊരു ശാസ്ത്രീയ വശമുണ്ട്. ഡീറ്റ കുറച്ച് ഗ്രേവി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. പിന്നെ ബൈ ദ വൈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ CDF ഇതൊക്കെ വന്നിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. എന്തായാലും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ വലിയ പീസിനുള്ള ഒരു ചെറിയൊരു തല്ലായിരുന്നു. അപ്പോൾ ഈ മയോണൈസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കണം ഈ ഗ്രേവിയോടുകൂടി. എന്നിട്ട് ദീറ്റ ഇങ്ങനെ ഒരു കഷ്ണം അങ്ങോട്ട് എടുത്ത് ഇതിന് ശരിക്കും ആ ചിക്കൻ്റെ പീസൊക്കെ വെറുതെയാണ്. ഇത് ഇതാ ഈ ഗ്രേവി ഇല്ല തരൂല. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ മിക്സ് ആക്കി ഇതില്ല നല്ല സ്വർഗ്ഗം. അപ്പം ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇങ്ങോട്ട് എടുത്ത് നല്ല ജ്യൂസി ടെൻഡർ സൂപ്പർ. നല്ല സൂപ്പർ ടെൻഡർ കോക്കനട്ട്. എന്തായാലും ഇതൊന്ന് കുറച്ചൊന്ന് സൈഡാക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞങ്ങൾ പറയാം. ഓക്കെ, ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് എന്തിനാ വെച്ചാൽ ആടെയുള്ള മൊത്തം നോയ്സും പാർട്ടി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിൻ്റെയൊക്കെ മൊത്തം നോയ്സൊക്കെ ആണ്. അപ്പോൾ അവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസും അവിടുത്തെ സർവീസും എല്ലാം കൂടി ആയിട്ട് അതിൻ്റെ റിവ്യൂ ആണ്. എത്ര 10 എത്ര കൊടുക്കും? 8 കൊടുക്കും. 8. അപ്പോൾ ഇനിയോ 8 കൊടുക്കും. എന്നാൽ ഞാൻ ഒരു 7 കൊടുക്കുക. നിങ്ങൾ അത്ര ഞാൻ കൊടുക്കൂല. അതല്ല കേട്ടോ, സത്യത്തിൽ ഇത്രയും നേരം ഇഞ്ച മൈൻഡിൽ ഉണ്ടായിരുന്നത് 7 ആണ്. അപ്പോൾ ഇത് വാല്യൂ ഫോർ മണി അല്ലേ? വാല്യൂ ഫോർ മണി അല്ലേ? 100%. ഓക്കെ, അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. മണ്ടന്മാരൊക്കെ എന്തൊക്കെ പറഞ്ഞിക്ക്. അതെ, നികഞ്ചത്തിന് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യാണ്. അതെ, അതിപ്പോൾ ഈ വീഡിയോ ഞാൻ വെട്ട വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹലോ ഗൈസ്, ഇന്നിപ്പോ മുൻഷാദല്ല തുടങ്ങുന്നത്, ഷാരുണാണ്. ഇന്നത്തെ പരിപാടി നമ്മളിത്